സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വാക്യമാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ഇതുവരെയുള്ള വാക്യങ്ങളിൽ ജൂതന്മാർക്ക് അവരുടെ നിയമം, ക്രിസ്ത്യാനികൾക്ക് അവരുടെ നിയമം, അവരതനുസരിച്ച് വിധിക്കട്ടെ എന്നും, അവർ നിൻ്റെ അടുത്ത് വല്ല പരാതിയുമായി വരികയാണെങ്കിൽ നീ അതിൽ വിധി കൽപ്പിക്കുകയോ കൽപ്പിക്കാതിരിക്കുകയോ ചെയ്യാം, അത് നിൻ്റെ ഇഷ്ടം എന്നും, അവർക്ക് നീ അവരുടെ നിയമം അനുസരിച്ച് തന്നെയാണ് വിധി കൽപ്പിക്കേണ്ടത് എന്നും, അവരുടെ വേദഗ്രന്ഥം അള്ളാഹു ഇറക്കിയതാണ്, അത് വെളിച്ചം നൽകുന്നതാണ്, അത് മാർഗദർശനം നൽകുന്നതാണ്, അതിൽ യാതൊരു കുഴപ്പമില്ല, അതനുസരിച്ച് തന്നെയാണ് അവർ ജീവിക്കേണ്ടത് എന്നും ഒക്കെയാണ് പരസ്പര വിരുദ്ധമായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞത്. ഇനി ഈ പറഞ്ഞതിനെല്ലാം വിരുദ്ധമായി അടുത്ത വാക്യം വരുന്നു, 48-ാമത്തെ വാക്യം. നിനക്ക് നാം സത്യസമേതം ഈ വേദം അവതരിപ്പിച്ചു തന്നു, അതിനു മുമ്പുള്ള വേദങ്ങളെ ശരിവെച്ചും അവയുടെ മേൽ സാക്ഷിയായും. അതിനാൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ വിധിക്കുക. നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വെടിഞ്ഞ് അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമസംഹിതയും നടപടിക്രമവും നാം നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെയെല്ലാം ഏക സമുദായമാക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണ് ഇത്. അതിനാൽ നന്മയിൽ മത്സരിക്കുവിൻ. അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ എല്ലാം മടക്കം. നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ അപ്പോൾ അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അപ്പോൾ ഇതുവരെ പറഞ്ഞതല്ല ഇവിടെ പറയുന്നത്. ക്രിസ്ത്യാനികളോ ജൂതന്മാരോ എന്തെങ്കിലും പ്രശ്നമായി വന്നാൽ നിനക്ക് ഞാൻ അവതരിപ്പിച്ച് തന്ന നിന്റെ വേദഗ്രന്ഥം അനുസരിച്ച് അവർക്ക് നീ വിധി കൽപ്പിക്കുക. ഇവിടെ ക്രിസ്ത്യാനിയുടെ പ്രശ്നത്തിലും ജൂതൻ്റെ പ്രശ്നത്തിലും നേരിട്ട് ഇടപെട്ട് അവരുടെ കിതാബൊക്കെ മാറ്റിവെച്ചിട്ട് മുഹമ്മദിൻ്റെ കിതാബ് അനുസരിച്ച് വിധി കൽപ്പിക്കൽ നിർബന്ധമാണ് എന്ന മട്ടിലാണ് ഇവിടെ പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ എല്ലാ വാക്യങ്ങൾക്കും വിരുദ്ധമാണ്. നേരത്തെ പറഞ്ഞത് അവരുടെ വേദമനുസരിച്ച് ജീവിക്കട്ടെ എന്നൊരിടത്ത്, വേറൊരിടത്ത് പറഞ്ഞത് അവരുടെ പ്രശ്നം നിൻ്റെ അടുത്ത് വന്നാൽ നീ അവർക്ക് വിധി കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, കൊടുക്കുകയാണെങ്കിൽ അവരുടെ വേദമനുസരിച്ച് കൊടുത്താൽ മതി എന്നൊക്കെ. എന്നാൽ ഇവിടെ പറയുന്നത് അവരുടെ വേദമൊക്കെ മാറ്റി വെച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ നിൻ്റെ അടുത്ത് വന്നാൽ നീ നിൻ്റെ കിതാബ് അനുസരിച്ച് നിൻ്റെ വേദമനുസരിച്ച് അവരുടെ പ്രശ്നത്തിൽ വിധി പറയണം. അപ്പോൾ അള്ളാഹുവിന് ഒരു സ്ഥിരതയില്ല. അള്ളാഹുവിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരാശയ വ്യക്തതയും ഉണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദ് മദീനയിൽ അധികാരം സ്ഥാപിച്ച് ആ അധികാര പരിധിക്കുള്ളിൽ കുറേ ജൂതന്മാർ ജീവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ ജീവിക്കുന്നുണ്ട്. മുഹമ്മദിൻ്റെ മുമ്പിലേക്ക് പുതിയ പുതിയ നിയമപ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്താണ് പരിഹാരമായി ചെയ്യേണ്ടത്, എന്താണ് യഥാർത്ഥത്തിൽ കൈക്കൊള്ളേണ്ട നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും മുഹമ്മദിന് യാതൊരു ധാരണയും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദിൻ്റെ അള്ളാഹുവിനും യാതൊരു സ്ഥിരതയും ധാരണയും ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് വായി തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അള്ളാഹു അത് ഏറ്റുകയറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതായിരുന്നു അവസ്ഥ. മുഹമ്മദും അള്ളാഹുവും രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത്. ഇവിടെ നിൻ്റെ വേദമനുസരിച്ച്, അള്ളാഹുവിൻ്റെ വേദമനുസരിച്ച് എന്ന് പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് തന്നെയാണ് എന്ന് വ്യാഖ്യാതാക്കളും സമ്മതിക്കുന്നുണ്ട്. ഇത് അറാസി എഴുതുന്നു, അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ വിധിക്കുക എന്നാൽ ഖുർആൻ അനുസരിച്ച് വിധിക്കുക എന്ന് വിവക്ഷ. മുമ്പുള്ള വേദങ്ങൾ എന്നാൽ ഖുർആൻ ഒഴികെയുള്ള വേദഗ്രന്ഥങ്ങൾ എന്നാണ് ഉദ്ദേശ്യം. മുമ്പുള്ള വേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് അള്ളാൻ്റെ കിതാബും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനി മുമ്പുള്ള വേദങ്ങളെ പരിഗണിക്കേണ്ടതില്ല, ഈ വേദം അനുസരിച്ചാണ് വിധി നൽകേണ്ടത്. ഇവിടെയാണ് മുമ്പുള്ള വേദങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന വാദം ഖുർആനിൽ വരുന്നത്. അതിനാൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ വിധിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ടും താങ്കൾക്ക് അള്ളാഹു അവതരിപ്പിച്ചു തന്ന ദിവ്യബോധനം കൊണ്ടും ജൂത ക്രിസ്ത്യാനികൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നർത്ഥം. അപ്പോൾ ഇത് ജൂത ക്രിസ്ത്യാനികൾക്കിടയിൽ വിധി കൽപ്പിക്കാനുള്ള നിർദ്ദേശമാണ്. ഏതനുസരിച്ച്? അള്ളാൻ്റെ കിതാബ് അനുസരിച്ച്. ഏത് കിതാബ് അനുസരിച്ച്? മുഹമ്മദിന് അവതരിപ്പിച്ച് കിട്ടിയ കിതാബ് അനുസരിച്ച്. നേരത്തെ എന്താ പറഞ്ഞത്? അവർക്ക് കിട്ടിയ കിതാബ് അനുസരിച്ച് അവർ ജീവിക്കട്ടെ, അവർ വിധി പറയട്ടെ, അവരുടെ കേസ് നിൻ്റെ അടുത്ത് വരികയാണെങ്കിലും അവരുടെ കിതാബ് അനുസരിച്ച് വിധിച്ചാൽ മതി എന്ന്. ഇതൊക്കെ മുഹമ്മദിൻ്റെ മുമ്പിൽ വന്ന ഓരോ പ്രശ്നങ്ങളുടെ സന്ദർഭങ്ങളിൽ അന്നേരം മുഹമ്മദ് കൈക്കൊണ്ട സമീപനങ്ങളാണ്. അതാണ് പരസ്പര വിരുദ്ധമായി വന്നത്. അതൊക്കെ അള്ളാൻ്റെ പേരിൽ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഖുർആനിൽ ഇതെല്ലാം പരസ്പര വിരുദ്ധമായി കിടക്കുന്നത്. നേരത്തെ ജൂതന്മാർ
വ്യഭിചാരികളായ രണ്ടുപേരെ അങ്ങാടി കൂടെ കരുതേച്ച് നടത്തുന്നതും അവഹേളിക്കുന്നതും കണ്ടപ്പോൾ അതിൽ പോയി ഇടപെട്ടിട്ട് ഇത് നിങ്ങളെ കിതാബിലുള്ളതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ തരികിട കളിക്കുന്നത് കണ്ടപ്പോൾ മുഹമ്മദിന് മനസ്സിലായി അവരുടെ കിതാബിലുള്ള നിയമത്തിൽ വെള്ളം ചേർത്തതാണ് എന്ന്. അപ്പോൾ മുഹമ്മദ് അവരെ ചീത്ത പറഞ്ഞുകൊണ്ട് അവരുടെ കിതാബ് അനുസരിച്ച് വിധിക്കട്ടെ, അവർ വെള്ളം ചേർക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ചീത്ത പറയുന്നതാണ് നമ്മൾ മുമ്പ് കണ്ടത്. അതേ മുഹമ്മദ് ഇതിനു മുമ്പ് ഇതേ ശിക്ഷാരീതികൾ കണ്ട് തെറ്റിദ്ധരിച്ച് അത് അള്ളാഹുവിൻ്റെ നിയമമായിട്ട് ഇതേ ഖുർആനിൽ ആയത്തിറക്കി വെച്ചിട്ടുമുണ്ട്. ആ മണ്ടത്തരമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ ജൂതന്മാരോ ക്രിസ്ത്യാനികളോ അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മുഹമ്മദിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവരുടെ പ്രശ്നത്തിൽ നീ ഇടപെടുകയോ ഇടപെടാതിരിക്കുകയോ ചെയ്യാമെന്ന് അഴകുഴമ്പൻ മട്ടിൽ ആയത്തിറക്കിക്കൊണ്ട് അവിടെ പറഞ്ഞത്. ഇവിടെ പറയുന്നത് അവരുടെ പ്രശ്നത്തിൽ നീ ഇടപെടണം, നിർബന്ധമാണ്, അത് നിൻ്റെ കിതാബ് അനുസരിച്ചായിരിക്കുകയും വേണം എന്ന്. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞതെല്ലാം കല്ലത്തായി പുതിയ സാധനം വന്നു. ഇനിയിപ്പോൾ ഈ ആയത്ത്, ഈ 48-ാമത്തെ ആയത്ത് ഇറങ്ങാനുള്ള സന്ദർഭം എന്താണ്? അത് വാഹിദിയുടെ തഫ്സീറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. റാസിയും അതിൻ്റെ ചുരുക്കം കൊടുത്തിട്ടുണ്ട്. ഞാൻ റാസിയുടെ തഫ്സീറിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാം. ഒരു സംഘം ജൂതന്മാർ പറഞ്ഞു, വരീൻ നമുക്ക് മുഹമ്മദിൻ്റെ അടുത്ത് പോകാം, ചിലപ്പോൾ അവൻ്റെ മതത്തിൽ നിന്ന് അവനെ തെറ്റിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം. അങ്ങനെ അവർ നബിയുടെ അടുത്തെത്തി പറഞ്ഞു, മുഹമ്മദെ, ഞങ്ങൾ ജൂത പുരോഹിതരും പൗരമുഖ്യന്മാരുമാണെന്ന് നിനക്കറിയാമല്ലോ. ഞങ്ങൾ നിന്നെ പിൻപറ്റുകയാണെങ്കിൽ ജൂതന്മാർ മുഴുവൻ നിന്നെ പിൻപറ്റും. ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രതിയോഗികൾക്കും ഇടയിൽ ഒരു കാര്യം തീർപ്പാക്കാനുണ്ട്. അത് തീർപ്പാക്കാനുള്ള അധികാരം നിന്നെ ഏൽപ്പിക്കുകയാണ്. അതിനാൽ ഞങ്ങൾക്ക് അനുകൂലമായി തീർപ്പ് കൽപ്പിക്കുക, ഞങ്ങൾ അത് പിൻപറ്റിക്കൊള്ളാം. ഈ അവസരത്തിലാണ് ഈ സൂക്തം അവതീർണമായത്. അപ്പോൾ കുറച്ച് ജൂതന്മാർ മുഹമ്മദിനെ പറ്റിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്ന്, ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കമുണ്ട്, ആ തർക്കത്തിൽ ഞങ്ങളുടെ ഗ്രൂപ്പിന് അനുകൂലമായി നീ ഒരു വിധി പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും നിന്നെ പിൻപറ്റിക്കോളാം, ഞങ്ങൾ അവിടുത്തെ പ്രമുഖരായതുകൊണ്ട് ഞങ്ങൾ പിൻപറ്റിയാൽ ബാക്കിയുള്ളവരും പിൻപറ്റും എന്ന് പറഞ്ഞ് മുഹമ്മദിനെ പറ്റിക്കാൻ വന്നു എന്നും അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നുമാണ് ഇവിടെ എഴുതിച്ചിട്ടുള്ളത്. നേരത്തെ അവരുടെ ചില ഏർപ്പാടുകളിലേക്ക് മുഹമ്മദ് അങ്ങോട്ട് പോയി ഇടപെട്ടപ്പോഴാണ് അവർക്കിടയിൽ അവരെ നിയമം അനുസരിച്ച് തീർപ്പ് കൽപ്പിച്ചാളാ എന്നും പറഞ്ഞിട്ട് ആയത്തിറക്കുന്നത്. ഇവിടെ അവർ മുഹമ്മദിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നപ്പോഴാണ് നീ നിൻ്റെ കിതാബ് അനുസരിച്ച് അവർക്ക് അങ്ങ് വിധി കൊടുത്താളോ, അവരുടെ തോന്നിയാസത്തിനൊന്നും കൂട്ട് കണ്ട എന്നും പറഞ്ഞിട്ട് ഈ ആയത്തിറങ്ങിയത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഓരോ സന്ദർഭത്തിൽ ഓരോ പ്രശ്നങ്ങളുടെ മുമ്പിൽ അപ്പം മുഹമ്മദിന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും നാളെ പറയാൻ പോകുന്നതൊക്കെ പരസ്പര വിരുദ്ധമായി മാറിയത്. ഇതൊക്കെ അള്ളാൻ്റെ പേരിൽ വെളിപാടായിട്ട് അവതരിപ്പിച്ചത് കൊണ്ടാണ് ഇത് ഈ കിതാബിലെ വൈരുദ്ധ്യങ്ങളായി പല്ലൊളിച്ച് നിൽക്കുന്നത്. കിതാബ് ഇറക്കിയത് ദൈവമാണോ, സർവജ്ഞാനിയാണോ, അതോ മുഹമ്മദായിരുന്നോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാൻ ഇതൊക്കെ ധാരാളം മതി ദൃഷ്ടാന്തങ്ങളായിട്ട്. ഇവിടെ ഇത് ഖുർആനിൽ ഇങ്ങനെ പരസ്പര വിരുദ്ധമായി കിടക്കുന്നത് കൊണ്ട് ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഒരു മതവും മതനിയമവും കടഞ്ഞുണ്ടാക്കുക എന്നത് അസാധ്യമായി തീർന്നു. അവിടെയാണ് മതപണ്ഡിതന്മാർ ഇതിൽ നിന്നൊക്കെ നിയമങ്ങളുണ്ടാക്കാൻ വേണ്ടി കുത്തിയിരുന്നപ്പോൾ അവർ തമ്മിൽ തർക്കവും പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങളും വന്നത്. അങ്ങനെയാണ് മദ്ഹബുകൾ ഉണ്ടായത്, അങ്ങനെയാണ് വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായത്, അങ്ങനെയാണ് മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ ഇസ്ലാം എന്താണ് എന്നതിൻ്റെ പേരിൽ അടി നടക്കുന്നത്. ഇവിടെ തർക്കം തീരാത്ത ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജൂതരോ ക്രിസ്ത്യാനികളോ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും ദൈനംദിന ജീവിത വ്യവഹാരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഏത് നിയമപ്രകാരമാണ് പരിഹാരം നിർദ്ദേശിക്കേണ്ടത്, അവർക്ക് ഏത് നിയമമായിരിക്കണം ബാധകമാകേണ്ടത്, അടിസ്ഥാനപരമായ ഒരു രാഷ്ട്രീയ ചോദ്യമാണിത്, ഒരു നിയമപരമായ പ്രശ്നമാണിത്. ആ പ്രശ്നത്തിന് ഈ ഖുർആനിൽ തർക്കമറ്റ പരിഹാരമുണ്ടോ? ഇല്ല. എന്താ കാരണം? അവരുടെ പേരിൽ ഒരു വിധി കൽപ്പിക്കുകയോ കൽപ്പിക്കാതിരിക്കുകയോ ചെയ്യാമെന്നാണ് ഒരു നിർദ്ദേശം. അപ്പോൾ ഒരു ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ജൂതരും ക്രിസ്ത്യാനികളും ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ ആ ഭരണകൂടത്തിന് ഇടപെടുകയോ ഇടപെടാതിരിക്കുകയോ ചെയ്യാം എന്ന അഴകുഴമ്പൻ നിലപാട് ഒരു ഭാഗത്തുണ്ട്. അവരവരുടെ നിയമം അനുസരിച്ച് ജീവിക്കട്ടെ, അവരവരുടെ നിയമം അനുസരിച്ചാണ് അവർക്ക് ശിക്ഷ നൽകേണ്ടത്, അവരുടെ സിവിൽ നിയമങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് മറ്റൊരു ഖുർആൻ വാക്യത്തിൽ പറയുന്നത്. അതനുസരിച്ചാണോ
അതോ മറ്റേതനുസരിച്ചാണോ വിധിക്കേണ്ടത്? ഇപ്പോൾ ഈ വാക്യത്തിൽ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ കിതാബ് അനുസരിച്ച് ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് വിധി കൊടുക്കേണ്ടത്. കാരണം ഇസ്ലാമിക വിധി എന്ന് പറഞ്ഞാൽ ആ പഴയ വിധികളൊക്കെ ക്യാൻസൽ ചെയ്തുകൊണ്ട് വന്ന, അമെൻഡ് ചെയ്തുകൊണ്ട് വന്ന നിയമമാണ്. അതുകൊണ്ട് ഇതാണ് നടപ്പിലാക്കേണ്ടത്. ഇതിലേതാണ് സ്വീകരിക്കുക? പരസ്പര വിരുദ്ധമായി 2-3 അഭിപ്രായങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിയമം കടയാൻ പോയാൽ വൈരുദ്ധ്യമുണ്ടാകും, അഭിപ്രായ ഭിന്നതയുണ്ടാകും. തലക്ക് വെളിവുള്ള ഒരു പഠിച്ചവനാണോ ഈ പുസ്തകം തയ്യാറാക്കി കൊടുത്തയച്ചത്? അല്ല. ഇത് സാമാന്യ വിവേകവും സമഗ്ര ചിന്തയും ഇല്ലാത്ത ഒരു വിവരം കെട്ട മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് അയാളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴായി പുറത്തേക്ക് വന്ന പരസ്പര വിരുദ്ധമായ വാചകങ്ങളുടെ ശകലങ്ങൾ മാത്രമാണ്. ഇനി ഈ വാക്യത്തിൽ വരുന്ന മറ്റു കാര്യങ്ങൾ, നിനക്ക് നാം സത്യസമേതം വേദം അവതരിപ്പിച്ച് തന്നു, അതിനു മുമ്പുള്ള വേദങ്ങളെ ശരിവെച്ചും അവയുടെ മേൽ സാക്ഷിയായും, അതിനാൽ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ വിധിക്കുക. നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വെടിഞ്ഞ് അവരുടെ തന്നിഷ്ടങ്ങൾ പിൻപറ്റരുത്. അപ്പോൾ അവിടെ ജൂതന്മാർ വന്നിട്ട് അവരുടെ ഇഷ്ടം അനുസരിച്ച് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് അതിന് നീ പോകരുത്, നീ നിനക്ക് കിട്ടിയ കിതാബ് അനുസരിച്ച് വിധിച്ചാൽ മതി എന്ന് മുഹമ്മദിനോട് അള്ളാഹു പറയുന്നതായിട്ട് മുഹമ്മദ് ആയത്തിറക്കിയത്. നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമസംഹിതയും നടപടിക്രമവും നാം നിശ്ചയിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ അള്ളാഹു മറ്റേതൊക്കെ ക്യാൻസലാക്കി പുതിയതുണ്ടാക്കി എന്ന് പറഞ്ഞതിന് നേരെ വിരുദ്ധമായി ഇത്. ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും വേദം കൊടുത്തു, അവർക്ക് നിയമം ഉണ്ടാക്കി കൊടുത്തു. അതെല്ലാം ക്യാൻസൽ ചെയ്തുകൊണ്ട് അവർക്ക് കൂടി ബാധകമായ പുതിയ നിയമമാണ് അള്ളാഹു ഈ ഖുർആനിലൂടെ ഇറക്കിയത് എന്ന് ഇപ്പോൾ പറയാൻ ശ്രമിച്ചു. അതിന് നേരെ വിരുദ്ധമായിട്ട് വീണ്ടും പറയുകയാണ് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക നിയമമാണ് എന്ന്. അപ്പോൾ ജൂതന്മാർക്ക് ജൂതന്മാരുടെ നിയമവും, ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യാനികളുടെ നിയമവും, ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ നിയമവും, പാർസികൾക്ക് പാർസികളുടെ നിയമവും, അങ്ങനെ ആയിരക്കണക്കിന് മതക്കാർക്ക് ആയിരക്കണക്കിന് നിയമസംഹിതകളും ആരുണ്ടാക്കിയതാണ്? അള്ളാഹ് ഉണ്ടാക്കി കൊടുത്തയച്ചതാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ നിങ്ങളെ എല്ലാവരെയും ഒറ്റ സമുദായമാക്കുമായിരുന്നു. കണ്ടോ? അപ്പോൾ അള്ളാഹു എല്ലാവരെയും കൂടെ ഒറ്റ സമുദായമാക്കിയിട്ട് ഒരു മതമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇസ്ലാം വന്നതോടുകൂടി മറ്റു മതങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നും അതൊക്കെ ക്യാൻസലായി എന്ന് പറയുന്ന വാദത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഇസ്ലാമിൻ്റെ ആളുകൾ ഇന്ന് പറഞ്ഞു നടക്കുന്ന ഒരു അടിസ്ഥാനപരമായ വിഷയമാണ്. ആ വിഷയം ഇവിടെ ഖുർആൻ തന്നെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ജൂതന്മാർക്ക് കാലാകാലം ജൂത നിയമം മതി, ക്രിസ്ത്യാനികൾക്ക് കാലാകാലം ക്രിസ്ത്യൻ നിയമം മതി. ഓരോ മതക്കാർക്കും ലോകാവസാനം വരെ അവരവരുടെ മതവും അവരുടെ കിതാബും അവരുടെ നിയമവും മതി. അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ലോകത്തിലെ എല്ലാവരും മതം മാറി ഇസ്ലാമാകണം എന്നും പറഞ്ഞ് ദഅവ നടത്തിക്കൊണ്ട് നടക്കുന്നത് ഖുർആൻ വിരുദ്ധമാണ്. ഖുർആൻ വിരുദ്ധമായ നിലപാടെടുത്താൽ കാഫിറാണ്, ആക്രമിയാണ്, തെമ്മാടിയാണ്. അപ്പോൾ ഇന്നത്തെ മുസ്ലിങ്ങളെല്ലാം ദൈവത്ത് നടത്തിക്കൊണ്ട് നിങ്ങൾ മതം മാറൂ എന്നും പറഞ്ഞ് മതം മാറ്റത്തിന് വേണ്ടി നടക്കുന്നത് തെമ്മാടിത്തമാണ്, അവിശ്വാസമാണ്, തോന്നിവാസമാണ്. ഈ ഖുർആൻ അനുസരിച്ച്, കാരണം ഖുർആനിൽ എന്താ പറയുന്നത്? ഓരോരുത്തർക്കും ഞാൻ ഓരോ നിയമസംഹിതയും ഓരോ കിതാബും കൊടുത്തയച്ച് ഓരോ സമുദായങ്ങളാക്കി വേറെ വേറെ മാറ്റി നിർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒറ്റ മതമുണ്ടാക്കാൻ, ഒറ്റ സമുദായമുണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അള്ളാഹു ഇവിടെ പറയുന്നു. അതേ അള്ളാഹു ഇതേ വാചകത്തിൽ ആദ്യം പറഞ്ഞത് മറ്റേ മതക്കാർക്ക് നീ നിന്റെ മതനിയമം അനുസരിച്ച് വിധി കൽപ്പിക്കുക എന്ന്. അതിനാൽ നന്മയിൽ മത്സരിക്കുവിൻ. അതുകൊണ്ട് ഓരോ സമുദായക്കാരും എന്താ ചെയ്യേണ്ടത്? അവരവർക്ക് കിട്ടിയ കിതാബിൽ പറയുന്ന നന്മ എന്താണോ ആ നന്മയിൽ മത്സരിക്കുക. ആ മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് മൂപ്പരെ മനുഷ്യന്മാരെ വിവിധ സമുദായങ്ങളും വിവിധ മതക്കാരും വിവിധ കിതാബിൻ്റെ ആൾക്കാരുമാക്കി വിവിധ നിയമസംഹിതയുള്ള ആൾക്കാരാക്കിയിട്ട് വ്യത്യാസപ്പെടുത്തിയത്. എന്നിട്ട് ഓല് തമ്മിലിങ്ങനെ നന്മയിൽ മത്സരിക്കുന്നത് മൂപ്പർക്ക് കാണണം. എന്താണ് നന്മ? ഈ ഖുർആൻ അനുസരിച്ച് എന്താണ് മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ? അള്ളാഹ്ക്കും വേണ്ടി യുദ്ധം ചെയ്യുക. മറ്റു മതക്കാരെയൊക്കെ വാളെടുത്ത് പോയിട്ട് കഴുത്തുവെട്ടലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ എന്ന് ഈ ഖുർആനിൽ പലയിടത്തും എഴുതി വെച്ചത് നമ്മൾ ഇതിനു മുമ്പ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങൾ മറ്റു മതക്കാർക്കെതിരെ വാളെടുത്ത് യുദ്ധം ചെയ്യണം, മറ്റു മതക്കാർ ഇങ്ങോട്ടും യുദ്ധം ചെയ്യണം. അങ്ങനെ എല്ലാവരും യുദ്ധത്തിൽ മത്സരിച്ച് കഴുത്തുവെട്ടൽ ആരാണോ കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന മുടുക്കന്മാരാരാണ് എന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? മനുഷ്യന്മാരെ ഒറ്റ സമുദായമാക്കാതെ വ്യത്യസ്ത മതക്കാരാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. അവർ തമ്മിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്, നന്മയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് നന്മ? അതാണ് പ്രശ്നം.
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ മാത്രമാണ് നന്മ, അതിനപ്പുറത്തുള്ള നന്മകളൊക്കെ നിസ്സാരമാണ്. എന്നിട്ട് പോയി രക്തസാക്ഷിയാവും. അങ്ങനെ രക്തസാക്ഷിയായി വരുന്നവർക്കാണ് ഞാൻ കള്ളും പെണ്ണും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് പറയുന്ന മതം ആ നന്മയിൽ മനുഷ്യരോട് മത്സരിക്കാൻ പറയുകയാണ്. അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഈ അള്ളാഹു മനുഷ്യന്മാരെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൂതനും ഒക്കെ ആക്കിയിട്ട് ഒരുപാട് മതക്കാരെ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്നാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ എല്ലാം മടക്കം. അങ്ങനെ എല്ലാവരും തമ്മിൽ തല്ലി ചത്തിട്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മടങ്ങും. നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. മൊക്കണങ്ങൾ അള്ളാഹിൻ്റെ കുത്തിത്തിരിപ്പ് ഇപ്പോൾ വ്യക്തമാക്കി തരൂല അള്ളാഹു. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ മതങ്ങൾ തമ്മിലുള്ള എന്തുകൊണ്ടാണ് വ്യത്യാസം, എന്തുകൊണ്ടാണ് നമ്മൾ തമ്മിൽ തല്ലേണ്ടി വരുന്നത് എന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഈ ലോകത്ത് നിങ്ങൾക്ക് ആർക്കും അള്ള ബോധ്യപ്പെടുത്തി തരൂല. പിന്നെ അള്ള എപ്പോഴാണ് ബോധ്യപ്പെടുത്തി തരിക? നിങ്ങളെല്ലാവരും ചത്ത് മണ്ണടിഞ്ഞിട്ട് അവിടെ പുനരുജ്ജീവിപ്പിക്കപ്പെടുമ്പോൾ അള്ളാൻ്റെ അടുത്ത് കണ്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും അള്ള ബോധ്യപ്പെടുത്തി തരും. എന്ത് ബോധ്യപ്പെടുത്തി തരും? നിങ്ങൾ എന്തിലാണ് ഭിന്നിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് തമ്മിൽ തല്ലിയിരുന്നത്, അതിൻ്റെ ശരിയായ കാരണം എന്നതാണ് എന്ന് അള്ള നമുക്ക് അവിടുന്ന് ബോധ്യപ്പെടുത്തി തരും. ഈ അള്ളാഹുവിനെ നമ്മൾ ദൈവമായിട്ടാണോ കാരുണ്യവാനായിട്ടാണോ അതോ ഒരു കൊടും ക്രൂരനായ മനോരോഗിയായിട്ടാണോ മനസ്സിലാക്കേണ്ടത്? അതും നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാവുള്ളൂ, ഇവിടുന്ന് മനസ്സിലാവില്ല. കാരണം അള്ള നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വിട്ടിട്ട് ഒരു ക്രൂര വിനോദക്കാരനായ അള്ളാഹു തൻ്റെ സൃഷ്ടികളെ പരസ്പരം തമ്മിൽ തല്ലിച്ചുകൊണ്ട് അത് കണ്ടാസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി തന്നെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഈ കഥയിലൂടെ വെളിവാക്കുന്നത്. ഇതൊക്കെ ഒരു പഠിച്ചോൻ എഴുതി വെച്ചതാണോ അതോ ഈ അസുഖമുള്ള ഒരു മനുഷ്യൻ അയാളുടെ വെളിവുകേടുകൾക്കനുസരിച്ച് അയാളുടെ സന്ദർഭങ്ങൾക്കനുസരിച്ച് വിളിച്ചു പറഞ്ഞ വഷളത്തരങ്ങളാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ഇവിടെ ഓരോരുത്തർക്കും ഓരോ നിയമങ്ങളാണ് എന്നാണല്ലോ ഇപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത്. പക്ഷേ ഇതേ ഖുർആനിൽ പലയിടത്തും പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും ഒരു നിയമമാണ്. എല്ലാ കിതാബിലും ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കിതാബുകളുമായി എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് ഒരേ നിയമസംഹിതയും ഒരേ കഥയും ഒരേ മതവും പഠിപ്പിക്കാനാണ് എന്നും ഈ കിതാബിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിന് നേരെ വിരുദ്ധമാണ് ഇവിടെ പറഞ്ഞത്. ഓരോരുത്തരെയും ഓരോ കിതാബും കൊണ്ട് പറഞ്ഞയച്ചത് അവരവരുടെ മതത്തിൽ നിന്നിട്ട് പരസ്പരം തല്ലുകൂടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ എല്ലാവരും കൂടെ ഒറ്റ മതമാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പലയിടത്തും പറഞ്ഞത് എന്താണ്? ഒരു പ്രവാചകൻ വരും, അതിനെ തുടർന്ന് അയാൾ അംഗീകരിച്ചുകൊണ്ട് അടുത്ത പ്രവാചകൻ വരുമ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് ഒറ്റമതമായി മാറും. പിന്നെ ഒരു പ്രവാചകൻ വരുമ്പോൾ ആ രണ്ടും കൂടെ ഒന്നിച്ചത് ഈ മൂന്നാമത്തതുമായി ഒന്നിച്ച് ഒറ്റമതമാക്കി മാറ്റും. അങ്ങനെ എല്ലാവരോടും അള്ള പറഞ്ഞത് ഒരേ കാര്യമാണ്, എല്ലാവർക്കും അള്ള കൊടുത്തയച്ചത് ഒരേ സംഗതിയാണ് എന്നൊക്കെയാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഇവിടെ പറയുന്നത് എല്ലാവർക്കും കൊടുത്തയച്ചത് വേറെ വേറെയാണ്. ഓല് അതനുസരിച്ച് അങ്ങനെ ജീവിച്ചാൽ മതി. എന്നിട്ട് ഓല് തമ്മിൽ അങ്ങനെ മത്സരിക്കട്ടെ, നന്മയിൽ മത്സരിക്കട്ടെ. എന്താണ് നന്മ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ മനുഷ്യരെ വിവിധ തട്ടുകളിലാക്കി വേർതിരിച്ച് വിവിധ മതങ്ങളാക്കി വേർതിരിച്ച് വിവിധ നിയമസംഹിതകൾക്കകത്താക്കി മാറ്റി മനുഷ്യരെ പരസ്പരം ഭിന്നിപ്പിക്കുക എന്നതാണ് ഈ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് ഈ വാക്യത്തിൽ പറയുന്നു. എന്നാൽ ഈ പറഞ്ഞതിന് വിരുദ്ധമായി മറ്റനേകം വാക്യങ്ങളിൽ മനുഷ്യരെ ഒന്നിപ്പിക്കാനാണ് അള്ളാഹു ഇതൊക്കെ കൊടുത്തയച്ചതെന്നും ഈ പ്രവാചകന്മാരെ ഒക്കെ അയച്ചത് എന്നും വേറെയും പറയുന്നു. വൈരുദ്ധ്യങ്ങളില്ലാത്ത കിതാബ്. വൈരുദ്ധ്യങ്ങളുണ്ടെങ്കിലോ ഇത് പടച്ചോൻ്റെ അല്ല. അപ്പോൾ ഇത് ആരതല്ല എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ പടച്ചോൻ്റെ അടുത്ത് മരിച്ച് പുനരുജ്ജീവിച്ച് അവിടെ ചെന്ന് എത്തുമ്പോൾ മാത്രമേ മനുഷ്യന്മാർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയുള്ളൂ എങ്കിൽ പിന്നെ എന്ത് കാര്യം ബോധ്യപ്പെടുത്താനാണ് പടച്ചോൻ പ്രവാചകന്മാരെയും കിതാബുകളെയും കൊടുത്തയച്ചിട്ട് ഈ പണിയൊക്കെ എടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ പടച്ചോൻ ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുള്ളൂ. ഇവിടുന്ന് നമുക്കൊന്നും ബോധ്യപ്പെടില്ല എങ്കിൽ പിന്നെ എന്ത് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ പ്രവാചകന്മാരെ അയച്ചിട്ട് കിതാബുകൾ കൊടുത്തയച്ചിട്ട് ഈ പണിയൊക്കെ അള്ളാഹു എടുക്കുന്നത്? നിങ്ങൾക്കൊന്നും ബോധ്യപ്പെടൂല എന്ന് പറഞ്ഞു തരാനാണോ അള്ളാഹു കിതാബും കൊണ്ട് പ്രവാചകനെ അയച്ചത്? അതോ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരാനാണ്? ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊന്നും ഇവിടുന്ന് ബോധ്യപ്പെടില്ല, ഒക്കെ അവിടെ ചെല്ലുമ്പോൾ ബോധ്യപ്പെടും എന്നാണ്. നിങ്ങളെ ഞാൻ വ്യത്യസ്തരാക്കി മാറ്റിയത് ഒറ്റ സമുദായമാക്കി മാറ്റാതിരുന്നത് നിങ്ങൾ തമ്മിൽ തല്ലാനാണ് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പോലെ അള്ളാഹു 900 പ്രവാചകന്മാരങ്ങോട്ട് അയച്ചിട്ട് ഈ ഒടുക്കത്തെ പ്രവാചകനെ ഒടുക്കത്തെ ഈ കിതാബും കൊടുത്തയച്ചിട്ടുള്ളത്. ഒടുക്കത്തെ കിതാബ് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധമാണ്.
ഏതനുസരിച്ചാണ് നമ്മൾ കാര്യം ബോധ്യപ്പെടുക, ഏതനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്, ഏതനുസരിച്ചാണ് നമ്മൾ വിധി കൽപ്പിക്കേണ്ടത്? ഒന്നിനും ഒരു പിടിയില്ല. ഈ വൈരുദ്ധ്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ വൈരുദ്ധ്യങ്ങളൊക്കെ ഈ ഖുർആനിലുണ്ട് എന്ന് ഞാൻ മാത്രമല്ല, ഈ ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ തന്നെ ഇടക്കിടക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. റാസി എഴുതി വെച്ച് നോക്കൂ. ഈ സൂക്തം ഓരോ പ്രവാചകനും സ്വതന്ത്രമായൊരു നിയമം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് വിളിച്ചോതുന്നു. ഒരു പ്രവാചകൻ്റെ സമൂഹം മറ്റൊരു പ്രവാചകൻ്റെ നിയമം സ്വീകരിക്കാൻ നിർബന്ധിക്കൽ ഇതിന് വിരുദ്ധമാണല്ലോ. പ്രവാചകന്മാരുടെയും ദൂതന്മാരുടെയും നിയമങ്ങൾ ഭിന്നം അല്ല എന്നറിയിക്കുന്ന ധാരാളം സൂക്തങ്ങളുണ്ട് എന്നതുപോലെ ഭിന്നമാണ് എന്നറിയിക്കുന്നവയും ഉണ്ട്. ആരാ പറയുന്നത്? ഖുർആൻ വ്യാഖ്യാതാവായ റാസി പറയുന്നു. ഓരോ വിഭാഗത്തിനും ഓരോ നിയമസംഹിതയും നടപടിക്രമവും എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നിയമങ്ങൾ എന്നർത്ഥം. തൗറാത്തിനൊരു നിയമം, ഇഞ്ചീലിന് മറ്റൊരു നിയമം, ഖുർആനാകട്ടെ വേറൊരു നിയമവും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ നിങ്ങളെയെല്ലാം ഏക സമുദായമാക്കുമായിരുന്നു. അതെ, ഒരേ നിയമത്തിൽ ഏകോപിച്ച ഒറ്റ സമുദായമാക്കും, അല്ലെങ്കിൽ ഭിന്നതയില്ലാത്ത ഒരേ മതത്തിൻ്റെ സമുദായമാക്കും. എല്ലാം സംഭവിക്കുന്നത് ദൈവേച്ഛയിൽ നിന്നാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാനാണിത്. വ്യത്യസ്തമായ നിയമങ്ങൾ ഏർപ്പെടുത്തിയത് ദൈവിക ആജ്ഞകൾ പാലിച്ച് അവന് കീഴ്പ്പെടുന്നുണ്ടോ, സംശയങ്ങളെ പിന്തുടർന്ന് കർമ്മങ്ങൾ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനാണ്. അതിനാൽ നന്മയിൽ മത്സരിക്കുവീൻ, അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഭിന്നിച്ച കാര്യങ്ങളുടെ സത്യാവസ്ഥ അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അപ്പോൾ സത്യവാന്മാരാരെന്നും അസത്യവാന്മാരാരെന്നും കർമ്മം അനുഷ്ഠിക്കുന്നവരാരെന്നും ഉപേക്ഷിക്കുന്നവരാരെന്നും സംശയത്തിനിടയില്ലാത്ത വിധം അവൻ നിങ്ങൾക്ക് വിവരിച്ചു തരും. സകല സംശയങ്ങളും ഇല്ലാതാവും എന്നു സാരം. സൽക്കർമ്മകാരികൾ അതിൻ്റെ പ്രതിഫലവും ദുഷ്കർമ്മകാരികൾക്ക് അതിൻ്റെ ശിക്ഷയും ലഭിക്കുമ്പോഴാണല്ലോ അത് സംഭവിക്കുക. വലിയ കാര്യമല്ലേ അവിടെ ചെന്നിട്ട് ഇതൊക്കെ ബോധ്യപ്പെട്ടതുകൊണ്ട്. ഇവിടുന്ന് ബോധ്യപ്പെടുത്താൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയൂല. അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അള്ളാഹു പല മതങ്ങളായി മനുഷ്യരെ ഭിന്നിപ്പിക്കാനാണ്, തല്ലുകുടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. ഇനി 49-ാമത്തെ വാക്യം. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധിക്കുക, അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റരുത്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഇടയിൽ വിധി കൽപ്പിക്കേണ്ടത് അള്ളാഹു നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ള ഖുർആൻ അനുസരിച്ചാണ്, അല്ലാതെ അവരുടെ ഇഷ്ടം അനുസരിച്ചോ അവരുടെ കിതാബ് അനുസരിച്ചോ അല്ല. അള്ളാഹു ഇറക്കിയ വേദഭാഗങ്ങളിൽ ചിലതിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയുന്നത് സൂക്ഷിക്കുക. അപ്പോൾ അള്ളാഹു ഇറക്കിയ വേദങ്ങളിൽ നിന്ന് അവർ നിന്നെ തെറ്റിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കുക എന്ന് അള്ളാഹു ഇവിടെ പറയുകയാണ്. അവർ പിന്തിരികയാണെങ്കിൽ നീ അറിയുക, അവരുടെ ചില കുറ്റകൃത്യങ്ങൾ കാരണം അവരെ ആപത്തിലാക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മിക്ക മനുഷ്യരും ധിക്കാരികളാണ്. അപ്പോൾ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയൊക്കെ വെച്ച് അള്ളാഹ് ഒരു പണി കണ്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ അള്ളാൻ്റെ മനസ്സിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളൊക്കെ ശരിപ്പെടുത്തണം എന്ന തീരുമാനം അവിടെ ഉണ്ട്. ഈ ആയത്തൊക്കെ ഇറങ്ങുന്നത്, ഇതിൻ്റെയൊക്കെ ക്രോണോളജി ആകെ തെറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഈ അധ്യായം തുടക്കത്തിലൊക്കെ പറഞ്ഞതുപോലെ ഇത് മക്ക ഫത്തഹിൻ്റെ സമയത്തൊന്നും പറഞ്ഞ കാര്യങ്ങളല്ല. ഇത് ബനു ഖുറൈളക്കാരും ബനു നദീർകാരും ഒക്കെ അവിടെ ഉള്ള സമയത്ത് അവരെ കാട്ടി ഓടിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ള സന്ദർഭത്തിലാണ് ഈ ആയത്തുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ജൂതന്മാരുടെ കാര്യമാണ്. മുഹമ്മദിൻ്റെ ഭരണം പൂർണ്ണമായി വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ ജൂതന്മാരുടെ കാര്യത്തിലും ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും എന്ത് നിലപാടെടുക്കണം എന്ന കാര്യത്തിൽ അന്ന് മുഹമ്മദ് പല സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ഇതിനൊന്നും ക്രോണോളജി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വൈരുദ്ധ്യങ്ങളുടെ ഒന്നും അടിസ്ഥാനപരമായ കാരണം പോലും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പം ജൂതന്മാരായ ബനൂ നദീറിനെയും ബനൂ ഖുറൈളയെയും ഒക്കെ നാടുകടത്തുകയോ അല്ലെങ്കിൽ കൂട്ടക്കൊല ചെയ്യുകയോ ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമാണ് മുഹമ്മദ് ഇതൊക്കെ പറഞ്ഞത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. അവരുടെ കുറ്റകൃത്യങ്ങൾ കാരണം അവരെ ആപത്തിലാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. മിക്ക മനുഷ്യരും ധിക്കാരികളാണ്. അപ്പോൾ അവരെ കൂട്ടക്കൊല ചെയ്യാൻ ഉദ്ദേശിച്ചതിന് ശേഷമാണ് അവരുടെ കാര്യത്തിൽ ഈ ഇടപെടുന്നത്. ഇവിടെ ഇതേ അധ്യായത്തിൽ 42-ാം വാക്യത്തിൽ പറഞ്ഞത് ജൂതന്മാരുടെ കാര്യത്തിലും ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും നീ അങ്ങനെ കണ്ട് വിധി കൽപ്പിക്കാനൊന്നും പോണ്ട, വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല എന്നാണ്. എന്നാൽ ഇവിടെ പറയുന്നത് അവർക്കിടയിൽ നീ നിൻ്റെ കിതാബ് അനുസരിച്ച് വിധി കൽപ്പിക്കണം എന്നാണ്. ഇവിടെ നിർബന്ധമാണ്, അവിടെ ഓപ്ഷണലായിരുന്നു. പണ്ഡിതന്മാർ ഈ വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പറഞ്ഞത് 42-ൽ പറഞ്ഞത് ഇപ്പറഞ്ഞത് കൊണ്ട് നസ്ഖ് ചെയ്തിരിക്കുന്നു എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ക്യാൻസലാക്കിയിരിക്കുന്നു. അങ്ങനെയാണ് വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒന്നാണ് ക്യാൻസലാക്കും. അങ്ങനെ ക്യാൻസലാക്കുമ്പോഴാണ് ഇന്നത്തെ കാലത്ത് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇസ്ലാമിക പണ്ഡിതന്മാർ വലിയ കുടുക്കിലാവുക. കാരണം ഇന്നത്തെ കാലത്ത്
ഈ ക്യാൻസൽ ആക്കപ്പെട്ടതിനാണ് പ്രസക്തി എന്ന് പറയേണ്ടി വരും ഇവിടുത്തെ സാഹചര്യം അനുസരിച്ച്. അപ്പോൾ അത് ക്യാൻസലാക്കിയതാണ് എന്നുള്ള കാര്യം ഇവിടെ മിണ്ടാൻ പറ്റില്ല. അപ്പോൾ മറ്റേത് എടുത്ത് പൊക്കി കാണിക്കും. എന്നിട്ട് ക്യാൻസൽ ആക്കിയ ആയത്ത്, മൻസൂഖായ ആയത്ത് എടുത്തിട്ട് പൊക്കി കാണിക്കുകയും നാസിഖായ ആയത്തിനെ മെല്ലെ പൂഴ്ത്തി വെക്കുകയും ചെയ്യും. ഇവിടെ പല കാര്യത്തിലും പണ്ഡിതന്മാർ അതാണ് ചെയ്യുന്നത്. ഇവിടെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിധി കൽപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഓപ്ഷണലാക്കിയ കാര്യം 42-ാം വാക്യത്തിൽ പറഞ്ഞ കാര്യം ഈ 48-ലും 49-ലും പറഞ്ഞതോടുകൂടി നിർബന്ധമാണ്, നിൻ്റെ നിയമം അനുസരിച്ച് തന്നെ അവർക്ക് വിധി കൽപ്പിക്കൽ നിർബന്ധമാണ് എന്ന ആയത്ത് വന്നതോടുകൂടി മറ്റേത് ക്യാൻസലായി എന്ന് പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ മുഹമ്മദിനോട് അള്ളാഹു പറയാണ്, നിൻ്റെ വേദത്തിലും അവരുടെ വേദത്തിലൊക്കെ വന്ന കാര്യങ്ങളിൽ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാനും കബളിപ്പിക്കാനും അവർ ശ്രമിക്കും, അത് സൂക്ഷിക്കണം എന്ന്. ഇത് അള്ളാഹ്ക്ക് കഴിഞ്ഞിട്ടില്ല, എന്നിട്ടല്ലേ മുഹമ്മദ് നബിക്ക് കഴിയുക. മുഹമ്മദ് നബിയോട് അള്ളാഹു സൂക്ഷിക്കാൻ പറയാണ്, അവരിങ്ങനെ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ട്. അവർ വന്ന് തെറ്റിച്ചപ്പോൾ അതിൽ വീണുപോയ ആളാണ് അള്ളാഹു. അതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത്. ഇവിടെ തന്നെ ഈ പ്രശ്നത്തിൽ തന്നെ അള്ളാഹുവിനെ അവർ തെറ്റിച്ചു, കബളിപ്പിച്ചു. എങ്ങനെ? വ്യഭിചാരിക്ക് എന്താണ് ശിക്ഷ എന്ന് അള്ളാഹ്ക്ക് ഒരു പിടുത്തം കിട്ടാതെ അള്ളാഹ് അങ്ങനെ വട്ടം കറങ്ങുമായിരുന്നു. വട്ടം കറങ്ങുമ്പോഴാണ് വ്യഭിചാരിക്ക് കരിയോയിൽ തേച്ചിട്ട് അങ്ങാടി കൂടെ നടത്തുന്ന ശിക്ഷ നടപ്പിലാക്കുന്നത് അള്ളാഹ് കണ്ടത്. അത് അള്ളാഹ് കണ്ടപ്പോൾ ജൂതന്മാർ അത് അള്ളാഹിനെ പറ്റിച്ച് നടപ്പിലാക്കുന്നതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അള്ളാഹു ആ കെണിയിൽപ്പെട്ടു, അള്ളാഹു ആയത്തിറക്കി. അപ്പോൾ ഇവിടെ മുഹമ്മദിനോട് സൂക്ഷിക്കാൻ പറയുന്ന അള്ളാഹു സ്വയം സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. അള്ളാഹു ജൂതന്മാരുടെ വ്യാജ നിയമം ഒറിജിനലാണെന്ന് തെറ്റിദ്ധരിച്ച് ആ തരികിട നിയമം കോപ്പി അടിച്ചുകൊണ്ടെന്ന് ഖുർആനിൽ ആയത്താക്കി ഇറക്കി. അവഹേളിച്ച് വിട്ടാൽ മതി, പീഡിപ്പിച്ച് വിട്ടാൽ മതി എന്നുള്ള ശിക്ഷ ഖുർആനിൽ ആയത്തിറക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അള്ളാഹ്ക്ക് സംഗതി മനസ്സിലായത് അതല്ല ഒറിജിനൽ നിയമം എന്ന്. അപ്പോൾ അള്ളാഹ് അത് വെട്ടിത്തിരുത്തിയിട്ട് ചാട്ടവാറടി നിയമം എന്ന് പറഞ്ഞിട്ട് വേറെ ആയത്തിറക്കി. അതും കഴിഞ്ഞ് പിന്നെയാണ് അള്ളാഹ്ക്ക് മനസ്സിലായത് എറിഞ്ഞു കൊല്ലലാണ് ജൂതന്മാരുടെ ശരിക്കുള്ള ശിക്ഷ എന്ന്. അപ്പോൾ അള്ളാഹ് അതും കൊണ്ടുവന്ന് ആയത്തിറക്കി. പക്ഷേ അള്ളാഹിൻ്റെ ആൾക്കാർ എന്നെ പിന്നീട് പറ്റിച്ചു. അള്ളാഹിൻ്റെ ആയത്ത് മെല്ലെ അവിടെ നിന്ന് പൊക്കിയിട്ട് ആയിഷ ആടിനാണ് തിന്നാൻ കൊടുത്തു. അതല്ലെങ്കിൽ ഉമ്മർ അത് കൊണ്ടു നടന്നപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു അത് വേണ്ട പറഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് മുക്കി. ഖുർആൻ ഉണ്ടാക്കിയ ആൾക്കാർ, ഖുർആൻ എന്ന പുസ്തകം ക്രോഡീകരിച്ച ആൾക്കാർ അള്ളാഹിനെ പറ്റിച്ചു. അള്ളാഹ് ഇറക്കിയ നിയമം മുക്കി. എന്നിട്ട് അള്ളാഹുവിനെ ജൂതന്മാർ പറ്റിച്ചപ്പോൾ അത് തിരിച്ചറിയാതെ അള്ളാഹു അബദ്ധത്തിൽ ഇറക്കിയ ആയത്ത് ഈ ഖുർആനിൽ ഭദ്രമായി സംരക്ഷിക്കപ്പെട്ടു അള്ളാഹിൻ്റെ കിതാബിൽ. എങ്ങനെയുണ്ട് അള്ളാഹിൻ്റെ കിതാബ് സംരക്ഷണം? അപ്പോൾ സൂക്ഷിക്കേണ്ടത് ആരാണ്? നബിയല്ല സൂക്ഷിക്കേണ്ടത്, നബിമാരല്ല സൂക്ഷിക്കേണ്ടത്, ആദ്യം അള്ളാഹ് സൂക്ഷിക്കട്ടെ. അള്ളാഹിനെ ഇവിടെ ജൂതന്മാർ പറ്റിച്ചു. ജൂതന്മാർ മാത്രമാണോ അള്ളാഹിനെ പറ്റിച്ചിട്ടുള്ളത്? ഇബ്ലീസ് എത്ര വട്ടം പറ്റിച്ചിട്ടുണ്ട് അള്ളാഹിനെ. അള്ളാഹ് ആയത്തിറക്കുമ്പോൾ ഇബ്ലീസ് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് തിരികെ ആയത്ത്. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ടായി. അള്ളാഹു ഇറക്കിയ ആയത്തിൽ അള്ളാഹുവിനെ കബളിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെതിരായിട്ട് ആയത്ത് തിരികെ കയറ്റാൻ ഇബ്ലീസിന് സാധിച്ചു എന്ന കഥ ഈ ഖുർആൻ്റെ ചരിത്രത്തിലുണ്ട്. ആ ഇബ്ലീസ് ഇറക്കിയ ആയത്തിൻ്റെ കഷ്ണവും മുറിയും ഇപ്പോഴും ഖുർആനിലുണ്ട്. അതിൽ അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ പറ്റിയ ഭാഗം മാത്രമാണ് അള്ളാഹു ഒഴിവാക്കിയത്. അതിൻ്റെ ആദ്യ ഭാഗം, ഇബ്ലീസ് ഇറക്കിയ ഭാഗം അള്ളാഹിൻ്റെ ആയത്താക്കി തന്നെ അള്ളാഹു ഖുർആനിൽ നിലനിർത്തി. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. ആ അള്ളയാണ് ഇവിടെ മുഹമ്മദിനോട് ഒരു പറ്റിക്കും കേട്ടോ സൂക്ഷിച്ചോ എന്ന് പറയുന്നത്. അള്ളാഹിനെ പറ്റിച്ച ഒരുക്കെന്ത് മുഹമ്മദ്. ഇവിടെ തലയിലെഴുത്ത് സിദ്ധാന്തം കൂടെ ഈ ആയത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചതനുസരിച്ചാണ് എല്ലാം നടക്കുക. ആരൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യണം, ആരൊക്കെ തെറ്റായ നടപടികൾ എടുക്കണം, ഇതെല്ലാം അള്ളാഹുവാണ് നിശ്ചയിച്ചിരിക്കുന്നത്. മനുഷ്യരെ പല മതങ്ങളാക്കി മാറ്റി തെറ്റായ മതങ്ങളിലേക്ക് മനുഷ്യരെ നയിച്ചത് അള്ളാഹുവാണ്. അതിലൊരു മതം മാത്രമാണ് ശരിയെങ്കിൽ ബാക്കിയുള്ള എല്ലാ മതങ്ങളും തെറ്റാണെങ്കിൽ ആ തെറ്റായ മതങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് അള്ളാഹുവാണ് എന്നും ആ മതങ്ങളൊക്കെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് എന്നും അവസാനം മരിച്ചു ചെല്ലുമ്പോൾ എല്ലാവർക്കും കുറ്റം അവർക്ക് പറ്റിയ അബദ്ധമൊക്കെ അവിടുന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുമെന്നും ഇവിടുന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുമാണ് ഇവിടെ പറയുന്നത്. ആ അള്ളാഹുവാണ് പ്രവാചകന്മാരെന്നും പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ കിതാബും കൊണ്ടയച്ചിട്ടുള്ളത്. ആ വന്ന പ്രവാചകന്മാർ ഒരു കൊണ്ടുവന്ന കിതാബും ചെയ്ത്താൻ്റെ അല്ല എന്നും അള്ളാഹു നമ്മളെ പറ്റിക്കാൻ കൊടുത്തയച്ചതല്ല എന്നതിനും യാതൊരു ഉറപ്പുമില്ല. കാരണം അള്ളാഹു പറ്റിക്കലിൻ്റെ ആളാണെന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ പറ്റിക്കലിൻ്റെ ആളാണ് അള്ളാഹു എങ്കിൽ ഈ കൊടുത്തയച്ച കിതാബും ഈ പ്രവാചകനും
തെറ്റായ പ്രവാചകനും തെറ്റായ കിതാബുമാണ് എങ്കിൽ ബോധപൂർവ്വം നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച, നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ച പെരുംപിശാചാണ് മുഹമ്മദ് എങ്കിൽ, മുഹമ്മദ് കൊണ്ടുവന്ന കിതാബ് പൈശാചിക കിതാബാണ് എങ്കിൽ നമുക്ക് എപ്പോഴാണ് അത് ബോധ്യപ്പെടുക? പരലോകത്ത് ചെല്ലുമ്പോഴേ ബോധ്യപ്പെടുകയുള്ളൂ. ഇവിടുന്ന് ബോധ്യപ്പെടില്ല. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ തൊള്ളൊളിച്ചും അള്ളാഹ് നമ്മളെ പറ്റിച്ചു എന്നുള്ളത് അപ്പോഴാണ് അറിയുക. അള്ളാഹു ആണ് ഇതെല്ലാം ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല. ദാ എഴുതി വച്ചിരിക്കുന്നു റാസി, എല്ലാം ദൈവേച്ഛയിലൂടെ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നതിന് ഈ സൂക്തവും തെളിവാണ്. കാരണം ചില പാപങ്ങളുടെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുന്നത് അള്ളാഹു അവരിൽ നിന്ന് പാപം ഉദ്ദേശിച്ചാൽ മാത്രമാണ്. അള്ളാഹു നന്മയും തിന്മയും ഇച്ഛിക്കും എന്നാണല്ലോ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. മിക്ക മനുഷ്യരും ധിക്കാരികളാണ്, അഥവാ അവിശ്വാസത്തിൽ പരിധി കടന്നവരാണ്. ദൈവീക നിയമത്തിൽ നിന്നുള്ള പിന്തിരിയൽ വലിയ ധിക്കാരവും അവിശ്വാസത്തിലുള്ള പരിധി ലംഘനവുമാണ്. പക്ഷേ ധിക്കരിക്കേണ്ടതാരാണ്, അവിശ്വസിക്കേണ്ടതാരാണ്, തിന്മ ചെയ്യേണ്ടതാരാണ് എന്നൊക്കെ അള്ളാഹു ഉദ്ദേശിച്ച് വെച്ചതാണ്. ആ അള്ളാഹു നമ്മളെല്ലാവരെയും പറ്റിച്ചിട്ട് നാളെ നരകത്തിലിടാൻ വേണ്ടിയിട്ടാണ് ഈ കിതാബും ഈ പ്രവാചകനെയും പറഞ്ഞയച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും തൊള്ളിയും പൊളിച്ച് നരകത്ത് പോയി ചാടേണ്ടി വരും. വിശ്വസിക്കാൻ പറ്റിയ ആളല്ല അള്ളാഹു, ആളെ പറ്റിക്കുന്ന ആളാണ് അള്ളാഹു എന്നാണ് ഇന്ന് നമ്മൾ വായിച്ച 2 വാക്യത്തിലൂടെയും അള്ളാഹു തന്നെ പറഞ്ഞു തരുന്നത്. 50-ാമത്തെ വാക്യം, അപ്പോൾ അജ്ഞാനകാലത്തെ ജാഹിലിയ കാലത്തെ വിധിയാണോ അവർ തേടുന്നത്? ദൃഢവിശ്വാസികളായ ജനതയ്ക്ക് അള്ളാഹുവിനേക്കാൾ ഉത്തമനായ വിധികർത്താവാര്? ജാഹിലിയ കാലത്തെ വിധിയാണോ അവർ തേടുന്നത് എന്ന് ഈ ചോദിച്ചത് വേറൊരു സന്ദർഭവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്. ആ സന്ദർഭം റാസി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മുഖാത്തിൽ പറയുന്നു, മുഹമ്മദിൻ്റെ നിയോഗത്തിന് മുമ്പ് ബനു ഖുറൈലക്കും നളീറിനും ഇടയിൽ ചോരപ്പണത്തിൻ്റെ തർക്കമുണ്ടായിരുന്നു. നബി ആഗതനായപ്പോൾ അവർ അവിടുത്തെ വിധികർത്താവായി സ്വീകരിച്ചു. നബി മദീനയിൽ എത്തിയ ഉടനെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്രോണോളജി ഒരുപാട് പുറകിലേക്ക് പോയി. ബനു ഖുറൈല പറഞ്ഞു, ബനു നദീർ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. ഞങ്ങളുടെ പിതാവൊന്ന്, മതമൊന്ന്, ഗ്രന്ഥവുമൊന്ന്. അതിനാൽ അവർ ഞങ്ങളിൽ ആരെങ്കിലും കൊന്നാൽ ചോരപ്പണമായി ഞങ്ങൾക്ക് 70 വസ്ക് കാരക്കയായിരുന്നു തരിക. ഞങ്ങൾ അവരിൽ ആരെങ്കിലും കൊന്നാൽ ഞങ്ങളിൽ നിന്ന് 140 വസ്ക് കാരക്ക വാങ്ങുകയും ചെയ്യും. ഞങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അവരുടേതിൻ്റെ പകുതി. അതിനാൽ താങ്കൾ ഞങ്ങൾക്കിടയിൽ വിധി നടത്തുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്തുകൾ ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ബനു നദീറും ബനു ഖുറൈലയും പരസ്പരം ഇതുപോലുള്ള ഒരുപാട് തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഗോത്രം പ്രബലവും ഒരു ഗോത്രം ദുർബലവുമായതുകൊണ്ട്. അതുകൊണ്ട് ഈ ദുർബലമായ ഗോത്രത്തിൻ്റെ നേരെ എപ്പോഴും അനീതിപരമായ ചട്ടങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നു പ്രബലപക്ഷം. അതിലൊന്നാണ് പരസ്പരം കൊല്ല നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലഡ് മണി കൊടുക്കുമ്പോൾ ഈ പ്രബലപക്ഷമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ ഇരട്ടി കൊടുക്കണം, മറ്റൊരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ അതിൻ്റെ പകുതി കൊടുക്കണം എന്നുള്ള ചട്ടമൊക്കെ. അത്തരം ഒരു സംഭവം മുഹമ്മദിൻ്റെ മുമ്പിൽ മുഹമ്മദ് മദീനയിൽ എത്തിയ ഉടനെ വന്നു എന്നും അതിൽ വിധി പറയുന്നതിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്നുമാണ് ഇതിൻ്റെ സന്ദർഭമായിട്ട് പറയുന്നത്. നബി പറഞ്ഞു, ഖുറൈലക്കാരൻ്റെയും നളീറുകാരൻ്റെയും നഷ്ടപരിഹാരം തുല്യമായിരിക്കണമെന്ന് ഞാൻ വിധിക്കുന്നു. ആർക്കും മറ്റേയാളെക്കാൾ കൂടുതലും കുറവും ഉണ്ടാകരുത്. അപ്പോൾ ബനു നദീർ കോപത്തോടെ പറഞ്ഞു, നീ ഞങ്ങളുടെ ശത്രുവാണ്, നിന്റെ വിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഈ അവസരത്തിലാണ് ഈ സൂക്തം അവതരിച്ചത്. ഇതിലെ അപ്പോൾ എന്നതിൻ്റെ വിവക്ഷ അവരുടെ ആദ്യത്തെ വിധിയാണ്. മറ്റൊരഭിപ്രായം, അവർ ദുർബലരിൽ വിധി അടിച്ചേൽപ്പിക്കുകയും ശക്തരിൽ വിധി നടപ്പാക്കാതെ വിടുകയും ചെയ്തിരുന്നു. ഈ സൂക്തത്തിലൂടെ ആ നിലപാടിനെ അപലപിക്കുന്നു. അപ്പോൾ ജൂതന്മാർക്കിടയിൽ അങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ അജ്ഞാനകാലത്തെ ജാഹിലിയ കാലത്തെ വിധിയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നബി പോയി ഇടപെട്ടിട്ട് അവിടെ തുല്യത നടപ്പിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ നബിയെ ചോദ്യം ചെയ്തു. അപ്പോൾ അവരെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് ജാഹിലിയ കാലത്തെ നിയമങ്ങളാണോ നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്ന് അള്ളാഹു അവരോട് ചോദിച്ചു എന്നൊക്കെയാണ് ഈ വാക്യത്തിൻ്റെ സന്ദർഭമായിട്ടും അർത്ഥമായിട്ടും പറയുന്നത്. വേദക്കാരും ജ്ഞാനികളുമായതോടൊപ്പം തന്നെ തനി ജാഹിലിയത്തും വ്യക്തമായ സ്വാർത്ഥതയുമായ വിധി തേടുകയാണ് ജൂതന്മാർ ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തി അവരെ അള്ളാഹു പരിഹസിക്കുകയാണ് ഇവിടെ. ദൃഢവിശ്വാസികളായ ജനതയ്ക്ക് അള്ളാഹുവിനേക്കാൾ ഉത്തമനായ വിധികർത്താവ് ആര്? ഈ സംബോധനയും ചോദ്യവുമെല്ലാം ദൃഢവിശ്വാസികളോടാണ്. അള്ളാഹുവിനേക്കാൾ നീതിമാനോ നിയമം നന്നായി വിശദീകരിക്കുന്നവനോ ആയി ആരും ഇല്ലെന്നറിയുക അവർക്ക് മാത്രമാണല്ലോ. അപ്പോൾ മുഹമ്മദ് നബി അവിടെ വന്ന് ജൂതന്മാർക്കിടയിലും മറ്റും നടപ്പിലാക്കിയ നിയമങ്ങൾ അന്നത്തെ ജാഹിലിയ നിയമങ്ങളെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ് ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ
സാമാന്യ ബുദ്ധിയുടെയും യുക്തിയുടെയും മനുഷ്യൻ്റെ സാമാന്യമായ നീതിബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അന്നത്തെ ജാഹിലിയ നിയമം തിരുത്തിക്കൊണ്ട് എന്നും പറഞ്ഞു വന്ന ഖുർആനിലെ നിയമങ്ങളൊക്കെ ഇന്ന് പടു ജാഹിലിയ നിയമങ്ങളാണ് എന്ന് ഈ വിശ്വാസികൾക്ക് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്തെ പടു ജാഹിലിയ നിയമങ്ങളാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ നീതിബോധം വെച്ച് ചിന്തിക്കുമ്പോൾ 1400 കൊല്ലം മുമ്പ് മുഹമ്മദ് നബി കൊണ്ടുവന്ന ഒടുക്കത്തെ കിതാബ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന ഈ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങളെല്ലാം ജാഹിലിയത്ത് മാത്രമല്ല പടു ജാഹിലിയത്താണ്. തനി മണ്ടത്തരങ്ങളാണ്, തനി വൃത്തികേടുകളാണ്. അതാണ് നമ്മൾ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ, ഇതിനകത്ത് സദാചാരത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ, ഇതെല്ലാം തനി ജാഹിലിയത്താണ്. അടിമകളെയും ഉടമകളെയും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് എഴുതി വെച്ചിട്ടുള്ള നിയമങ്ങൾ ഇതെല്ലാം ജാഹിലിയത്താണ്. അടിമയ്ക്കും ഉടമയ്ക്കും തുല്യമായ അവകാശങ്ങളില്ല എന്ന് ഈ ഖുർആനിൽ എഴുതി വെച്ചിട്ടുണ്ട്. അടിമയും ഉടമയും തുല്യരല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ജാഹിലിയ നിയമമാണോ അതോ അത്യന്താധുനിക നിയമമാണോ? സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്ത്രീകൾക്ക് പകുതി സ്വത്ത് കൊടുത്താൽ മതി, പുരുഷന്മാരുടെ പകുതി കൊടുത്താൽ മതി എന്ന് എഴുതി വെച്ചത് പടുജാഹിലിയത്താണ് ഇന്നത്തെ കാലത്ത്. കാരണം ഇന്ന് സ്ത്രീയും പുരുഷനും സമൂഹത്തിൽ തുല്യ നിലയിൽ ജീവിക്കുന്ന, തുല്യ വ്യക്തിത്വമുള്ള, തുല്യ അന്തസ്സുള്ള, തുല്യ പൗരത്വമുള്ള മനുഷ്യരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ആ ഒരു കാലത്ത് സ്ത്രീകൾ പുരുഷന്മാരുടെ വെറും കൃഷിസ്ഥലമാണ് എന്നും അവർക്ക് പുരുഷൻ്റെ കീഴിലാണ് ജീവിക്കേണ്ടത് എന്നും അവരുടെ അവകാശങ്ങൾ പുരുഷൻ്റെ പകുതിയാണ് എന്നൊക്കെ എഴുതി വെച്ചത് ജാഹിലിയത്ത് മാത്രമല്ല പടുജാഹിലിയത്താണ്. ഈ പടുജാഹിലിയത്തും പേറിക്കൊണ്ട് ഇന്ന് ജീവിക്കുന്നത് ഖുർആൻ പറഞ്ഞ ഈ ആശയത്തിന് തന്നെ എതിരാണ്. കാരണം ഖുർആനിൽ അന്ന് ജൂതന്മാർ ചെയ്തത് ജാഹിലിയത്താണെങ്കിൽ അത് തിരുത്തിയ മുഹമ്മദ് കൊണ്ടുവന്നത് പുരോഗമനമാണെങ്കിൽ ഇന്ന് മുഹമ്മദ് കൊണ്ടുവന്ന പുരോഗമനം എന്ന് പറയുന്ന സാധനവും ഇന്ന് ജാഹിലിയത്തായിട്ട് അതപ്പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജാഹിലിയത്തിൻ്റെ മാറാപ്പ് കെട്ട് വലിച്ചെറിഞ്ഞിട്ട് ആധുനിക മനുഷ്യനായി കാലത്തിൻ്റെ നീതിബോധം ഉൾക്കൊണ്ട് പുതിയ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കി ജീവിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത്. അതിന് പറ്റിയ പ്രവാചകന്മാരും കിതാബുകളുമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഈ കിതാബ് ഇറക്കലും പ്രവാചകന്മാരയക്കലും ഒക്കെ നിർത്തിവെച്ചിട്ട് അള്ളയും മലക്കളും കിടന്നുറങ്ങാൻ പോയത് തനി ജാഹിലിയത്താണ്, തനി തമ്മാടിത്തമായിപ്പോയി. കാരണം മനുഷ്യൻ പുരോഗമിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ നീതിബോധവും ധാർമ്മിക ബോധവും ഒക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് മനുഷ്യർക്ക് ഈ ജാഹിലിയത്തൊക്കെ ഒഴിവാക്കേണ്ടി വരും എന്നൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ആളാണ് പടച്ചോനെങ്കിൽ ആ പടച്ചോൻ പടച്ചോനല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. കട്ടവൻ്റെ കൈ മുറിക്കുക, വ്യഭിചരിച്ചോനെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതൊന്നും ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റില്ല. അതൊക്കെ ജാഹിലിയത്താണ്, പടുജാഹിലിയത്താണ്. അടിമ സ്ത്രീകൾ മുട്ടിൻ്റെയും പൊക്കളുടെ അടിയിൽ വസ്ത്രം ധരിച്ചാൽ മതി എന്നൊക്കെ സദാചാരം എഴുതി വെച്ചത് പടുജാഹിലിയത്താണ്. അതൊന്നും ഇന്ന് മനുഷ്യർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അടിമ സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിൽ യജമാനെ അവളെ ഭോഗിക്കാമെന്ന വൃത്തികേട് എഴുതി വെച്ചത് ജാഹിലിയത്തല്ലാതെ മറ്റെന്താണ്? ആ ജാഹിലിയത്തൊക്കെ എഴുതി വെച്ച ഒരു പുസ്തകമാണോ ലോകാവസാനം വരേക്കുള്ള ധാർമ്മിക പുസ്തകം? അല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള വിശ്വാസികൾക്ക് പോലും പറഞ്ഞാൽ മനസ്സിലാവും. അത് മനസ്സിലാവാൻ അള്ളാൻ്റെ പരലോകത്തേക്ക് ചെന്ന് മസറിയിൽ ചെന്ന് നിരന്ന് നിൽക്കൊന്നും വേണ്ട. സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അള്ള പറയുന്നത് അതൊക്കെ അവിടെ എത്തിയിട്ടേ മനസ്സിലാവുള്ളൂ എന്നാ. അങ്ങനെയൊന്നും അല്ല. അള്ളാഹ്ക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ്, അള്ള പടു ജാഹിലായതുകൊണ്ടാണ് ജാതി വൃത്തികേടും വിഡ്ഢിത്തവും എഴുതി വെച്ചിട്ടുള്ളത്. മനുഷ്യന്മാർക്ക് ഇതൊക്കെ കാലത്തിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ജാഹിലിയത്താണ്. അതുകൊണ്ട് ഈ ജാഹിലിയത്തിൻ്റെ കിതാബൊക്കെ മടക്കി വെച്ചിട്ട് ആധുനിക മനുഷ്യരായി ജീവിക്കുക എന്നാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലമായി നമുക്ക് പറയാനുള്ളത്. അടുത്ത വാക്യത്തിലെ മണ്ടത്തരം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.